ജനുവരി മാസത്തിൽ മലയാള സിനിമാ പ്രേമികളെ ഏറെ കാത്തിരുന്ന നമ്മുടെ ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള രേഖാചിത്രം സിനിമ കണ്ടിറങ്ങിയോടെ തന്നെയുള്ള റിവ്യൂ ആണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ സിദ്ദീഖും കുറച്ച് കൂട്ടുകാരികളും ചേർന്ന് 40 വർഷം മുന്നേ ഒരു കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞ് ഒരു തുറന്നു പറച്ചിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് അവിടെ ആത്മഹത്യ ചെയ്യുകയാണ്. പിന്നീട് സിദ്ദീഖിൻ്റെ കൂടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നെന്നും ആ മരണപ്പെട്ട പെൺകുട്ടി ആരാണ് എന്നുള്ളതാണ് സിനിമയുടെ കഥാപ്ലോട്ട്. അത് അന്വേഷിക്കാൻ എത്തുന്നതാണ് നമ്മുടെ വിവേക് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആസിഫ് അലി. ഗംഭീര പെർഫോമൻസാണ് ആസിഫ് അലി സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു പോലീസ് വേഷം ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാ സംവിധായകരുടെ മുന്നിൽ ആദ്യം എത്തുന്ന മുഖം ആസിഫ് അലിയുടേതായിരിക്കും. കാരണം മറ്റൊന്നല്ല, ആ ബോഡി ലാംഗ്വേജ്, ആ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഒരു പോലീസുകാരന് പറ്റുന്ന തരത്തിൽ മികച്ച രീതിയിൽ തന്നെ ഈ ഒരു റോള് നമ്മൾ ആസിഫ് അലി ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറയുന്നത് ആസിഫ് അലിയുടെ പെർഫോമൻസ് പോരാത്തതിന് സിനിമയുടെ സ്ക്രീൻ പ്ലേ ആണ്. നമ്മുടെ രാമു സുനിലും അതുപോലെ തന്നെ ജോൺ മാന്ത്രിക്കലും ചേർന്നിട്ടാണ് ഈ ഒരു സിനിമയുടെ തിരക്കഥ നിർവഹിച്ചിട്ടുള്ളത്. വളരെ കിഡിലെ നട്ടലുള്ള തിരക്കഥ, അതിനൊത്ത സംവിധാനം, ജോഫിൻ ടി ചാക്കോ എന്ന് പറയുന്ന സംവിധായകൻ്റെ ഗംഭീര സംവിധാനം തന്നെയാണ് സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അതേപോലെ തന്നെ ചാകിരണം എടുത്തു നോക്കിയാലും നമുക്ക് കൺകുളിർക്കെ കാണാൻ ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് കാഴ്ചകളും സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആസിഫ് അലി കൂടാതെ വലിയ താരനിര സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അതായത് മലയാള സിനിമയിൽ പ്രമുഖ താരങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. മനോജ് കെ ജയൻ, സിദ്ദീഖ്, ജഗദീഷ്, സായികുമാർ എന്നിങ്ങനെയുള്ള വലിയ താരങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. സിനിമയിൽ അഭിനയിച്ച എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണ്. പിന്നെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ടത് അനശ്വര രാജൻ തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ സിനിമയിൽ കൊടുത്തിട്ടുള്ള റോൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. അനശ്വര രാജനെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് സിനിമയിൽ ഉടനീളം പോകുന്നത്. കടുത്ത മമ്മൂട്ടി ആരാധികയാണ് നമ്മുടെ അനശ്വര രാജൻ. അതുകൊണ്ട് തന്നെ സിനിമയിൽ മമ്മൂട്ടി ഫാൻസിന് ആഘോഷിക്കാനും കൈയടിക്കാനും പറ്റുന്ന കുറച്ച് സീനുകളും സിനിമയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താണ് സിനിമ കാണാൻ പോകുമ്പോൾ പ്രതീക്ഷിച്ച് ആ കാര്യങ്ങളൊക്കെ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലും നോക്കിയാലും ഇതൊരു ഡീസൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലറാണ്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു മടി വിചാരിക്കേണ്ട. ഈ ഗണത്തിൽ പെടുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. സിനിമയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ലെവൽ എന്ന് പറയുന്നത് കൊലയാളിയെ കണ്ടെത്തുന്ന സിനിമയല്ല, മറിച്ച് കൊലയാളിയെയും മറ്റുള്ള കൂട്ടരെയും നമുക്ക് ആദ്യമേ മനസ്സിലാവും. പക്ഷേ കൊല്ലപ്പെട്ടത് ആരാണ്, എന്തിനാണ് കൊല ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് സിനിമ പറയുന്നത്. പിന്നെ അവസാന ഭാഗത്തൊക്കെ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈയിടെയായിട്ട് ആസിഫ് അലിയുടെ എല്ലാ സിനിമകളും വലിയ വലിയ വിജയങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് രേഖാചിത്രം. നിങ്ങൾക്ക് ഒരു മടി വിചാരിക്കാതെ സിനിമയ്ക്ക് പോകാം. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ട്രീറ്റ് തന്നെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒരു ഭാഗത്ത് പോലും നമുക്ക് മുഷിപ്പ് വരുന്നില്ല. ഒന്ന് രണ്ട് സീനുകളൊക്കെ ത്രില്ലടിപ്പിക്കുന്ന രോമാഞ്ചം നൽകുന്ന സീനുകളും സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പഴയ സിനിമകളും പഴയ സിനിമയുടെ പിന്നാമ്പുറമൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമ കാണാവുന്നതാണ്. ഈ സിനിമയുടെ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ, അതായത് 40 വർഷം മുന്നേയുള്ള മലയാള സിനിമയുടെ സെറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കാണിച്ചിരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പഴയ നടന്മാർ, അതുപോലെ തന്നെ പഴയ ആ ഒരു ലൊക്കേഷൻ, പിന്നെ പ്രത്യേകിച്ചിട്ട് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കുറച്ച് റോൾസും കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട്. സസ്പെൻസും കാര്യങ്ങളൊന്നുമല്ല, സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് സാങ്കേതിക വിദ്യയൊക്കെ കിടലിനായിട്ട് പ്രയോഗിച്ചിട്ട് സിനിമ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് പഴയ സിനിമയുടെ ലൊക്കേഷനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ വളരെ സിങ്ക്, അതായത് നല്ല രീതിയിൽ ഈ സിനിമ ലിങ്കായി പോകുന്നുണ്ട്. സിനിമ കാണുന്ന ഏതൊരു സാധാരണ പ്രേക്ഷകനും ഈ സിനിമ കണക്റ്റ് ആവുന്ന രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷനോ ഒരു കാര്യങ്ങളോ ആർക്കും ഉണ്ടാവില്ല. ഈ സിനിമ തുടങ്ങിയിട്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ സിനിമ ട്രാക്കിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ മടുപ്പോ മുഷിപ്പോ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടാണ് സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. ഒരു മിനിറ്റ് പോലും എവിടെയും നമ്മൾ കാണുന്ന പ്രേക്ഷകനെ ലാഗടിപ്പിക്കാത്ത രീതിയിൽ മികച്ച സംവിധാനം തന്നെയാണ് എടുത്തു പറയേണ്ടതും. നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റുന്ന സിനിമയാണ്. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.